വൻപയർ ഉലർത്തിയത് കേരളത്തിലെ പരമ്പരാഗതവും പ്രോട്ടീൻ സമൃദ്ധവുമായ ഒരു രുചികരമായ സൈഡ് ഡിഷാണ്. വൻപയർ നന്നായി വേവിച്ച ശേഷം തേങ്ങ എണ്ണയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ചതച്ചെടുത്ത മസാല എന്നിവ ചേർത്ത് ഉലർത്തിയെടുക്കുന്നതാണ് ഈ സൈഡ് ഡിഷ്. ചോറിനും കഞ്ഞിക്കുമൊപ്പം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു നാടൻ സൈഡ് ഡിഷാണ് ഇത്. വൻപയർ ചെറുപയറിനേക്കാൾ ദഹിക്കാൻ എളുപ്പമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കറിയിൽ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കുന്നതിനാൽ രുചിയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങ ആരോഗ്യകരവുമാണല്ലോ, അതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. ഈ കറിയുടെ യഥാർത്ഥ രുചിയുടെ രഹസ്യം ആ മസാലക്കൂട്ടിലാണ് അടങ്ങിയിരിക്കുന്നത്. ചതച്ചെടുത്ത മസാല തേങ്ങ എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ വരുന്ന മണവും രുചിയും ഒരു പ്രത്യേക ഫീലാണത്. ഒരിക്കൽ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് അപ്പോൾ മനസ്സിലാകും. ഐ ആം സീന. വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തും എന്നോട് കൂട്ടുകൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വൻപയർ 1.5 കപ്പ്, വെള്ളം 2.25 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്. ഇനി ചതച്ച മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി 1 കപ്പ്, വെളുത്തുള്ളി 4 വലുത്, കുരുമുളക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ. ഇത് റെഡിമെയ്ഡായിട്ടുള്ളതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ചതച്ചെടുക്കാവുന്നതാണ്. മസാല മൂപ്പിക്കാനായി വേണ്ട സാധനങ്ങൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, തേങ്ങാക്കൊത്ത് 3/4 കപ്പ്, റെഡ് ചില്ലി ഫ്ലേക്സ് 1/2 ടേബിൾ സ്പൂൺ. ചുമന്നുള്ളി എടുക്കുന്നതാണ് സവാള എടുക്കുന്നതിനേക്കാളും നല്ലത്. അതുപോലെ തന്നെ ചുമന്നുള്ളിയുടെ 1/2 പോർഷൻ ഞാൻ ചതച്ചെടുക്കാനും അതുപോലെ തന്നെ 1/2 പോർഷൻ അവസാനത്തെ കുക്കിംഗ് പ്രോസസ്സിൽ മൂപ്പിച്ചെടുക്കാനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് കുരുമുളക് മുഴുവനുള്ള കുരുമുളകോ ഇല്ലെങ്കിൽ അവസാനം കുരുമുളക് പൊടിയോ ചേർക്കാവുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പ്രഷർ കുക്കറിൽ 1/2 മണിക്കൂർ കുതിർത്ത വൻപയർ ഇട്ട് കൊടുക്കാം. വൻപയർ കുതിർക്കാതെയും നമുക്ക് ഡയറക്റ്റ് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതിനനുസരിച്ച് വിസിൽസ് കൂട്ടിയാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം 2 കപ്പ് വെള്ളം, 2 തൊട്ട് 2.25 കപ്പ് വരെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചത് വേവിച്ചെടുക്കണം. ഞാൻ ചെയ്ത 1/2 മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിലും പിന്നീടുള്ള 2 വിസിൽസ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തിട്ടാണ്. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാകുന്നത് വരെ തുറക്കാതെ അനക്കാതെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. സമയം ലാഭിക്കാനായി കുക്കറിൻ്റെ പ്രഷർ പോകാൻ മാറ്റി വെച്ച ശേഷം നേരം കൊണ്ട് നമുക്കൊരു മസാല കൂട്ടി ചതച്ചെടുക്കണം. അതിനായി ഒന്നുകിൽ നിങ്ങൾ കല്ലിൽ ചതച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ബൗളിലാണ് ചതച്ചെടുത്തിരിക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ പകുതി പോർഷൻ മിക്സിയുടെ ചെറിയ ബൗളിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, മുഴുവനെയുള്ള കുരുമുളക്, എടുത്തു വെച്ചിരിക്കുന്ന റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ പകുതിയും കൂടി ചേർത്ത് മിക്സിയുടെ പൾസ് മോഡിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പൾസ് മോഡിൽ 2 പ്രാവശ്യം നമ്മൾ ഒന്ന് ആക്കിയാൽ ഒരുപാട് അരഞ്ഞു ഇങ്ങനെ ചതച്ചാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി വേണ്ടത് നമുക്ക് ഇതിന് വേണ്ട മസാല നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഫുഡ് റെസിപ്പീസിന് വേണ്ടി മാത്രമായിട്ട് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. seenasfoodbasket.com എന്ന ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പലരും കണ്ടു കാണും. 2008 തുടങ്ങിയൊരു വെബ്സൈറ്റാണത്. ഈ വെബ്സൈറ്റ് കണ്ടിട്ട് സൂര്യ ടി വിയിലും കപ്പ ടി വിയിലുമൊക്കെ അന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് 2012 2013 ആയിരുന്നു. നാഷണൽ ഇൻ്റർനാഷണൽ കോർഡിനേറ്റിൽ അങ്ങനെ കുറേയേറെ തരം റെസിപ്പീസും വെബ്സൈറ്റിലും ഉണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിൽ റെസിപ്പീസ് ആഡ് ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് ടിപ്സും ഡൂസ് ആൻഡ് ഡോൺസും എല്ലാം അതിനകത്ത് ഓരോ റെസിപ്പീസിലും കൊടുത്തിട്ടുണ്ട്. ചില റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ
ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, റെഡ് ചില്ലി ഫ്ലേക്സും കൂടിയുള്ള മസാലക്കൂട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് മൂത്ത് വരുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം കിച്ചണിൽ മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യും. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പകുതി ചുവന്നുള്ളി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളി ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട. നമ്മൾ ഇത് കാരണം എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് കടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയുടെ കുറച്ച് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, അത് ഓർത്തോണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ സമയം ഇതുകൂടി ഒന്നും കൂടെ മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലക്കൂട്ടിനും നമുക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓർക്കുക, നമ്മൾ വൻപയർ ഉപ്പിട്ടാണ് കുക്ക് ചെയ്തത് വെച്ചിരിക്കുന്നത്, അതിനാൽ ഉപ്പ് കൂടിപ്പോകരുത്. പ്രഷർ സെറ്റിൽ ചെയ്തതിന് ശേഷം ഓപ്പണാക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വൻപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൂടെ നിങ്ങൾക്ക് കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കാണാം. ഇത് നിങ്ങൾക്ക് കുക്കർ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്ത് അത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വറ്റിച്ചെടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ഈ വൻപയർ വറ്റിച്ചത് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇനിയും വെള്ളത്തിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലാക്കിയാണ് എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വൻപയർ കുക്കറിൽ നന്നായി വെന്തതുകൊണ്ട് ഇനി പയർ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മൂപ്പിച്ച മസാലയും വെന്ത വൻപയറും കൂടി മിക്സാക്കി 1-2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. കാരണം മസാലയിലുള്ള ഫ്ലേവേഴ്സ് മുഴുവനും ഈ പയറിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. വീണ്ടും ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വൻപയർ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ കമൻസുകൾക്കായി കാത്തിരിക്കുന്നു. രാത്രി ഭക്ഷണത്തിന് പതിവ് ചപ്പാത്തിയിൽ നിന്ന് ഒരു രുചികരമായ മാറ്റമാണ് കഞ്ഞിയും വൻപയറും കൂടി നമ്മൾ കഴിക്കുന്നത്. അല്പം ചൂടൻ കഞ്ഞിയും മുകളിൽ കുറച്ച് ചിരകിയ തേങ്ങയും ഒപ്പം നന്നായി വെന്ത അല്പം കുഴമ്പ് പരുവത്തിലുള്ള വൻപയറും ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന രുചി എത്രയോ വിശിഷ്ട വിഭവങ്ങൾ വന്നാലും അതിന് പകരം വയ്ക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കഞ്ഞിക്കൊപ്പം കഴിക്കാൻ വൻപയർ അല്പം കൂടി വെന്ത പേസ്റ്റ് പരുവത്തിലാക്കിയാൽ അതിൻ്റെ രുചി വേറെ തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.